അപ്പോൾ രേഷ്മയെ അവിടെ റേഡിയോയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി ഷോയ്ക്ക് ഒരു 1.5 മണിക്കൂർ ടൈമുണ്ട്. അതിനിടയ്ക്ക് പോയിട്ട് നാളെ രേഷ്മയുടെ ബർത്ത്ഡേ ആണ്, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം, ഇന്ന് വൈകിട്ട് സർപ്രൈസ് ചെയ്യണം. അതാണ് പരിപാടി. എൻ്റെ കൂടെ പ്രശസ്ത ക്യാമറാമാൻ മാനിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബാക്കിയിടാം. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 15-16 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ കടയെത്താൻ. കട എല്ലാവർക്കും സുപരിചിതമായ കടയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കമാ. അപ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഇനി അയ്യോ മുഖമൊക്കെ ഒരു പരിപാടി, ചൂട് അന്യായ ചൂട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം മലബാർ ഗോൾഡിലേക്കാണ് പോകാൻ. നമ്മളവിടെ ചെല്ലുമെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്താണ്. കയറി നോക്കാം. അപ്പം ഇവിടെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെയാണ് കേട്ടോ. സോ നമ്മൾ അകത്തേക്ക് പോകുന്നു. ഓക്കെ, അത് ലോക്കാണ്. അത് ഓപ്പൺ ചെയ്യണം. ഇനി നാട്ടിലെ പോലെയല്ല, ഇവിടെ ഓപ്പൺ ചെയ്യാതെ മാത്രമേ കയറാം. ഇവിടെ വ്യക്തിയാണ് പുള്ളിക്കാരൻ, അത് ലോക്ക് ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ സ്വന്തം മലബാർ ഗോൾഡ് എത്തിയിട്ടുണ്ട്. ഇനി എന്താ നോക്കാൻ പോകുന്നത് ഒരു സർപ്രൈസ്. ഇതൊന്നും അറിയാതെ മാനി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇതുവരെ എന്നോട് ചോദിച്ചു എവിടെ പോകാൻ. ഞാൻ അവനോട് തുണി എടുക്കാൻ പോകാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേന് ആൾ വണ്ടടിച്ചിട്ടുണ്ട്. ബ്രോ പേരെന്താ? രജിത്ത്. ഹലോ. അപ്പോൾ നമ്മുടെ രജിത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് എടുത്തിട്ട് പറയാം. സാധനം റെഡിയാണ്, ഐറ്റം റെഡിയാണ്, ഓപ്പൺ ചെയ്തിട്ടില്ല. രജിത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നെ കുറച്ച് നേരം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ നിർത്തി. അവിടെ ശരിയായി, കുഴപ്പമില്ല. സ്റ്റിൽ എൻ്റെ കയ്യിൽ തന്നാൽ ഓക്കെ. രേഷ്മ അവിടെ ഷോയിലവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു രജിത്ത്, താങ്ക് യു. ഇപ്പോൾ ഗിഫ്റ്റൊക്കെ മേടിച്ചപ്പോഴാണ് ആലോചിച്ചത് കേക്ക് മേടിച്ചില്ല. കേക്ക് ഒരിക്കലും കട്ട് ചെയ്യില്ല എന്ന് രേഷ്മ ദൃഢപ്രതിജ്ഞ എടുത്തേക്കാണ്. വലിയ അലർജിയാണ്. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് ചെറിയ കേക്ക് കട്ട് ചെയ്യാമെന്ന് നേരത്തെ സമ്മതിച്ചിരുന്നു. അതിന് വേണ്ടി ഒരു കേക്ക് മേടിച്ചിട്ട് അതിൻ്റെ മേലെ അലങ്കോര സാധനങ്ങളൊക്കെ മേടിച്ചുകൂടെ നമ്മുടെ വോൾമാർട്ടിൽ നിൽക്കുകയാണ്. ബില്ലടിച്ചിട്ട് അപ്പോൾ രേഷ്മ വണ്ടി ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് അറിഞ്ഞായിരുന്നു. അപ്പോൾ ബാക്കി കാര്യമെല്ലാം വണ്ടിയെ തന്നെ എവിടെയോ പാത്ത് വെച്ചിരിക്കുകയാണ് സീറ്റിനടിയിൽ. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം ഉടനെ വീഡിയോ ഇടാം.